Welcome to mathematics class. Today we shall discuss second order differential equation, second order ordinary differential equation with constant coefficients. Second order ODE with constant coefficients. Okay, second order differential equation with constant coefficient. Okay. Consider y double dash plus ay dash plus by is equal to 0. This is a second order homogeneous differential equation with constant coefficient where a and b are constants. Here a and b are constants. അപ്പോൾ വൈ ഡാഷിൻ്റെയും വൈയുടെ ഒക്കെ കോഫിഷ്യൻറ്റ് വൈ ഡബിൾ ഡാഷിൻ്റെ കോഫിഷ്യൻറ്റ് 1 ആണ്, കോൺസ്റ്റൻ്റ് ആണ്. വൈ ഡാഷിൻ്റെ കോഫിഷ്യൻറ്റ് എ ആണ്, വൈയുടെ കോഫിഷ്യൻറ്റ് ബി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. സോ ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഫിഷ്യൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ സൊല്യൂഷൻസ് എന്തായിരിക്കും എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ നമുക്കറിയാം കൺസിഡർ വൈ ഡാഷ് പ്ലസ് കെ വൈ ഈസ് ഈക്വൽ ടു 0. ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഫിഷ്യൻ്റ് ഒന്ന് കൺസിഡർ ചെയ്യുക. വൈ ഡാഷ് പ്ലസ് കെ വൈ ഈസ് ഈക്വൽ ടു 0. ഇതിൻ്റെ ആൻസർ എന്താ വരിക? ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് കെ വൈ, ഡി വൈ ബൈ വൈ ഈസ് ഈക്വൽ ടു മൈനസ് കെ ഡി എക്സ്. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ലോഗ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് പ്ലസ് സി, വൈ ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് കെ എക്സ് പ്ലസ് ഇൻറ്റു ഇ റൈസ് ടു സി എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഒരു സി പറയാം, C1 എന്ന് വരാം. C1 ഇ റൈസ് ടു മൈനസ് കെ എക്സ് എന്ന് വരും. വൈ ഈക്വൽ ടു C1 ഇ റൈസ് ടു മൈനസ് കെ എക്സ് എന്നാണ് ഇതിൻ്റെ സൊല്യൂഷൻ വരിക. അതുകൊണ്ട് തന്നെ വി ഇൻഫർ ദാറ്റ് സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ ലെറ്റ് ദിസ് ഇക്വേഷൻ ബി ഇക്വേഷൻ നമ്പർ 1. We infer that solution of equation number 1 is also e raised to lambda x. We infer that y equal to e raised to lambda x is a solution of 1 for some suitable lambda. ലാംഡ സ്യൂട്ടബിൾ ആയി ചൂസ് ചെയ്താൽ ഇ റേസ് ടു ലാംഡ എക്സ് ആയിരിക്കും ആരുടെ സൊല്യൂഷൻ? ഇക്വേഷൻ നമ്പർ 1ൻ്റെ സൊല്യൂഷനാണ് ആര്? ഇ റേസ് ടു ലാംഡ എക്സ്. ഓക്കെ, ഇ റേസ് ടു ലാംഡ എക്സ് ഇക്വേഷൻ നമ്പർ 1ൻ്റെ സൊല്യൂഷനാണ്. സോ നമ്മൾ ഇക്വേഷൻ ഇതാണ്, വൈ ഡബിൾ ഡാഷ് പ്ലസ് എ വൈ ഡാഷ് പ്ലസ് ബി വൈ ഈസ് ഈക്വൽ ടു 0, ഇക്വേഷൻ നമ്പർ 1. നൗ വൈ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ലാംഡ എക്സ് എടുത്ത് ഇതിൽ സൊല്യൂഷൻ ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ നോക്കുക? വൈ ഡാഷ് എന്താ വരിക? വൈ ഡാഷ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ലാംഡ എക്സ് ഇൻറ്റു ലാംഡ. വൈ ഡബിൾ ഡാഷ് വരിക ഇ റേസ് ടു ലാംഡ എക്സ് ഇൻറ്റു ലാംഡ പുറത്തുണ്ടാവും, ലാംഡ ഇൻറ്റു ഇ റേസ് ടു ലാംഡ എക്സ് ഇൻറ്റു ലാംഡ, ദാറ്റ് ഇസ് ലാംഡ സ്ക്വയർ ഇ റേസ് ടു ലാംഡ എക്സ്. സോ വൈ ഡബിൾ ഡാഷ് പ്ലസ് എ വൈ ഡാഷ് പ്ലസ് ബി വൈ ഈക്വൽ ടു 0 ഇംപ്ലൈസ് എന്ത് വരും? വൈ ഡബിൾ ഡാഷ് എന്താ? ലാംഡ സ്ക്വയർ ഇ റേസ് ടു ലാംഡ എക്സ് പ്ലസ് എ വൈ ഡാഷ്, എ ഇൻറ്റു വൈ ഡാഷ് ഈസ് ലാംഡ ഇ റേസ് ടു ലാംഡ എക്സ്, ലാംഡ ഇ റേസ് ടു ലാംഡ എക്സ് പ്ലസ് ബി വൈ, ബി ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ലാംഡ എക്സ്, ഇ റേസ് ടു ലാംഡ എക്സ് ഈസ് ഈക്വൽ ടു 0, which implies throughout e raised to lambda x ഉള്ളതുകൊണ്ട് e raised to lambda x we can take outside. So here lambda square, here remains a lambda plus b is equal to 0. E raised to lambda x into this is equal to 0. Now e raised to lambda x is never 0. E raised to x ഒരിക്കലും 0 ആവില്ല. e raised to x ന് എന്ത് വില കൊടുത്താലും e raised to x 0 അല്ല. ഓക്കെ, അതുകൊണ്ട് ഇത് 0 അല്ലാത്തത് കൊണ്ട് വിച്ച് ഇംപ്ലൈസ് ഈ പ്രൊഡക്റ്റ് 0 ആവണമെങ്കിൽ പിന്നെ ഇയാൾ 0 അല്ലെങ്കിൽ പിന്നെ ഇയാൾ 0 ആയ നിർബന്ധമാണ്. ലാംഡ സ്ക്വയർ പ്ലസ് എ ലാംഡ പ്ലസ് ബി ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, അപ്പം ഇത് ഇങ്ങനെ കിട്ടും നമുക്ക്. ഈ ഇക്വേഷൻ ഇത് 0 ആവണം, വിച്ച് ഈസ് എ സെക്കൻഡ് ഓർഡർ which is a quadratic equation in lambda. This is a quadratic equation in lambda. This quadratic equation is called auxiliary equation or auxiliary equation അല്ലെങ്കിൽ characteristic equation എന്ന് പറയും. Characteristic equation of
ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു 1 എന്ന് പറയും. ഇക്വേഷൻ നമ്പർ 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനാണിത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണെന്ന് വിചാരിക്കുക, വൈ ഡബിൾ ഡാഷ് പ്ലസ് 3y ഡാഷ് മൈനസ് 4 ഈസ് ഈക്വൽ ടു 0 എന്നായിരിക്കാം. അങ്ങനെയാണെങ്കിൽ എ എത്ര? എ 3 ആണ്. വൈ ഡബിൾ ഡാഷ് പ്ലസ് എ വൈ ഡാഷ് പ്ലസ് ബി വൈ ഈക്വൽ, ഇപ്പോൾ ബി -4 ആണ്. അങ്ങനെയാണെങ്കിൽ ഓക്സിലറി ഇക്വേഷൻ എന്താ വരിക? ലാംഡ സ്ക്വയർ പ്ലസ് എ ലാംഡ 3 ലാംഡ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ -4 ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ലാംഡ സ്ക്വയർ പ്ലസ് 3 ലാംഡ -4 ഈക്വൽ ടു 0. ഇതാണ് എന്ത് വരിക? ഓക്സിലറി ഇക്വേഷൻ വരിക. ഓക്സിലറി ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻറ്റിൻ്റെ ഓക്സിലറി ഇക്വേഷൻ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് ലാംഡ സ്ക്വയർ പ്ലസ് 3 ലാംഡ -4 ഈക്വൽ ടു 0. ഓക്കെ, നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷന് എങ്ങനെയൊക്കെയാണ് റൂട്ടുകൾ വരിക? അതിനനുസരിച്ച് നമുക്കിവിടെ സൊല്യൂഷൻസ് വരും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ അപ്പോൾ നമുക്ക് ഓക്സിലറി ഇക്വേഷൻ കിട്ടിയതാണ് ലാംഡ സ്ക്വയർ പ്ലസ് എ ലാംഡ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0. now ഇതിൻ്റെ ആൻസർ എന്താ വരിക? നമുക്കറിയാം ലാംഡ ഈസ് ഈക്വൽ ടു മൈനസ് എ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ഓഫ് ഇവിടുത്തെ ബീൻ്റെ സ്ഥാനത്ത് എ ആണ് അല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നൊക്കെ ആകുമ്പോൾ എന്താ വരിക? മൈനസ് എ പ്ലസ് ഓർ മൈനസ് ഓഫ് ദിസ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac എ സ്ക്വയർ മൈനസ് 4 into 1 into b minus 4b by 2a 2 into 1. So it is minus a plus root a square minus 4b by 2 and minus a minus root of a square minus 4b by 2. ഇതാണ് ആൻസർ വരിക. ലാംഡയുടെ വില ഇതാണ് കിട്ടുക. ലാംഡ ഈസ് ഈക്വൽ ടു ദിസ് ആൻഡ് ദിസ്. ഇനി നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് 3 കേസിൽ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇക്വേഷൻ നമ്പർ 2 മേ ഹാവ് ഫസ്റ്റ് വൺ എങ്ങനെയുള്ള സൊല്യൂഷൻ ഉണ്ടാവാം? ടു ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട് ഉണ്ടാവാം. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒന്നുകിൽ 2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 2 വ്യത്യസ്ത റിയൽ റൂട്ടുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ 2 കോൺജുഗേറ്റ് ആയി വരുന്ന 2 കോംപ്ലക്സ് റൂട്ടുകൾ വരും. എപ്പോഴാണ് കോംപ്ലക്സ് റൂട്ട് വരിക? റൂട്ടിനുള്ളിൽ ഈ ഡിസ്ക്രിമിനൻ്റ് നെഗറ്റീവ് ആകുമ്പോൾ, ഡിസ്ക്രിമിനൻ്റ് ആരാ? എ സ്ക്വയർ മൈനസ് 4b നെഗറ്റീവ് ആകുമ്പോൾ കോംപ്ലക്സ് റൂട്ട് വരും. ഇത് പോസിറ്റീവ് ആകുമ്പോൾ റിയൽ റൂട്ട് വരും. ഇത് ഈക്വൽ ടു 0 ആകുമ്പോൾ ഇത് ഫുൾ 0 ആയി പോകും. പിന്നെ ഇട്ട -a/2 എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഒന്നേ ഉണ്ടാവുള്ളൂ. ഒരു സിംഗിൾ ഡബിൾ റൂട്ട് വരും. അതിന് ഡബിൾ റൂട്ട് എന്നാ പറയുക. ഈ ബി സ്ക്വയർ മൈനസ് 4ac ആയ എ സ്ക്വയർ മൈനസ് 4b നമ്മൾ ഡിസ്ക്രിമിനൻ്റ് എ സ്ക്വയർ മൈനസ് 4b ആണ് ഇതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് റൂട്ടിനുള്ളിലുള്ള കാര്യം. അത് 0 ആയാൽ എന്ത് കിട്ടും? ഒരു ഡബിൾ റൂട്ട് കിട്ടും. ഓക്കെ, ഒരു റിയൽ റൂട്ട് ഡബിൾ റൂട്ട് കിട്ടും. പിന്നെ ഇത് നെഗറ്റീവ് ആവുകയാണെങ്കിൽ, ഡിസ്ക്രിമിനൻ്റ് നെഗറ്റീവ് ആവുകയാണെങ്കിൽ കോൺജുഗേറ്റ് പെയർ ആയിട്ടുള്ള കോംപ്ലക്സ് റൂട്ടുകൾ കിട്ടും. ഇനി പോസിറ്റീവ് ആണെങ്കിലോ, ഡിസ്ക്രിമിനൻ്റ് പോസിറ്റീവ് ആണെങ്കിൽ 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ടും കിട്ടും. അപ്പോൾ 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട് കിട്ടും. ഓക്കെ, എപ്പോഴാണ് അത് കിട്ടുക? വെൻ എ സ്ക്വയർ മൈനസ് 4b ഗ്രേറ്റർ ദാൻ 0. 2 1 double root 1 real double root. ഓക്കെ, വെൻ എപ്പോൾ എ സ്ക്വയർ മൈനസ് 4b ഈക്വൽ ടു 0 ആകുമ്പോൾ. മൂന്നാമത്തെ കേസ് എന്ത് വരും? 2 കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട്സ്. ഓക്കെ, കോൺജുഗേറ്റ് റൂട്ട്സിനെ നമുക്ക് എന്തെന്ന് പറയാം? p പ്ലസ് iq ആൻഡ് p മൈനസ് iq. വെൻ എ സ്ക്വയർ മൈനസ് 4b ലെസ് ദാൻ 0 ആകുമ്പോൾ. അപ്പം ഇങ്ങനത്തെ 3 എണ്ണം. ഇത് പോസിറ്റീവ് ആകുമ്പോൾ 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ്. ഓക്കെ, ലാംഡ 1, ലാംഡ 2 വരും. ഇനി 1 ഡബിൾ റൂട്ട് ലാംഡ വരും എപ്പോൾ? വെൻ എ സ്ക്വയർ മൈനസ് 4b ഈക്വൽ ടു 0. 2 കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട്സ് p പ്ലസ് iq ആൻഡ് p മൈനസ് iq വെൻ എ സ്ക്വയർ മൈനസ് 4b ലെസ് ദാൻ 0 ആകുമ്പോൾ. ഇനി നമ്മൾ ഒന്നാമത്തെ കേസ് എടുക്കുകയാണ്. ഇതിൽ ഫസ്റ്റ് കേസ്
ഡബിൾ ടു ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് വരുമ്പോൾ എന്താ നോക്കുക. ഓക്കെ, കേസ് വൺ ടു ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ്. ഓക്കെ, this occurs when a square minus 4b greater than 0. Let lambda 1 comma lambda 2 be two distinct real roots. Then y equal to e raised to lambda 1 x and y1 equal to y2 equal to e raised to lambda 2x are two solutions of y1 equal to e raised to lambda 1x ഉം y2 equal to e raised to lambda 2x ഉം ആരുടെ സൊല്യൂഷൻ ആവും? സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1ൻ്റെ രണ്ട് സൊല്യൂഷൻസ് ആയിരിക്കും ആര്? y1 ഉം y2. അങ്ങനെയാണെങ്കിൽ y1 ഡിവൈഡഡ് ബൈ y2 ചെയ്താൽ എന്താ കിട്ടുക? e raised to lambda 1x by e raised to lambda 2x which is equal to e raised to lambda 1 minus lambda 2 into x. ഇത് എപ്പോഴാണ് കോൺസ്റ്റൻ്റ് ആവുക? ഇവിടെ 0 വരുമ്പോൾ. ഇതിൻ്റെ പവറിൽ 0 വന്നാൽ ഇത് e raised to 0 കോൺസ്റ്റൻറ്റ് 1 എന്ന് കിട്ടും. പക്ഷേ ഇതൊരിക്കലും 0 വരില്ല. ഈ പവർ ഒരിക്കലും 0 ആവില്ല. 0 ആവണമെങ്കിൽ x 0 അല്ല, ലാംഡ 1 മൈനസ് ലാംഡ 2 0 വരണമെങ്കിൽ ലാംഡ 1 ഈക്വൽ ടു ലാംഡ 2 ആണ്. പക്ഷേ ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഡിസ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ട് ലാംഡ 1 നോട്ട് ഈക്വൽ ടു ലാംഡ 2 ആണ്. സോ ഇത് ഒരിക്കലും 0 വരില്ല. ലാംഡ 1 മൈനസ് ലാംഡ 2 0 വരില്ല, ഡിസ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ട്. അതുകൊണ്ട് വിച്ച് ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്, നോട്ട് എ കോൺസ്റ്റൻറ്റ്. കോൺസ്റ്റൻ്റ് അല്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? therefore y1 and y2 are linearly independent, അല്ലെങ്കിൽ y1 y2 form a basis of solutions of ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1ൻ്റെ സൊല്യൂഷൻസിൻ്റെ ബേസിസ് ആയി ഫോം ചെയ്യുക y1 ഉം y2. therefore general solution is y is equal to c1 into y1 plus c2 y2, that is c1 into e raised to lambda 1 x plus c2 into e raised to lambda 2x. ഇതാണ് ഇവിടുത്തെ ജനറൽ സൊല്യൂഷൻ വരിക. ഈ കേസിലെ ജനറൽ സൊല്യൂഷൻ വരിക ഇതാണ്: y equal to c1 e raised to lambda 1 x plus c2 e raised to lambda 2x. നമുക്കൊരു പ്രോബ്ലം ചെയ്തു നോക്കുക, ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ചെയ്തു നോക്കുക. സോൾവ് y ഡബിൾ ഡാഷ് മൈനസ് y ഡാഷ് പ്ലസ് 2y ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്ലിയർലി നമുക്കറിയാം അവിടെ ഹിയർ a ഈസ് ഈക്വൽ ടു -1, b ഈസ് ഈക്വൽ ടു 2. therefore auxiliary equation is lambda square plus a lambda plus b is equal to 0. that is lambda square minus lambda plus 2 is equal to 0, which is equal to നമുക്ക് അറിയാം ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ അറിയാം. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്താ? ലാംഡ സ്ക്വയർ മൈനസ് സം, മൈനസ് ആണ് ഇവിടെ, മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു ലാംഡ പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് ഈക്വൽ ടു 0. അങ്ങനെയാണ് ലാംഡ സ്ക്വയർ മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു ലാംഡ പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്. അവിടെ സം ഓഫ് റൂട്ട്സ് എന്താ? +1 ആണ്. സമ്മ് +1ഉം സമ്മ് +1ഉം പ്രൊഡക്റ്റ് 2ഉം പ്രൊഡക്റ്റ് +2ഉം കിട്ടുന്ന രണ്ട് സംഖ്യകൾ, സമ്മ് 1ഉം പ്രൊഡക്റ്റ് 2ഉം. ആരൊക്കെ സംഖ്യകൾ? 2ഉം -1ഉം എടുത്താൽ മതി. 2ഉം -1ഉം 2ഉം -1ഉം ആഡ് ചെയ്താൽ സമ്മ് 1 വരും. 2 × -1. ഓക്കെ, ഇവിടെ +2 ആണ് അല്ലേ? അപ്പോൾ അത് പ്രശ്നമാണ്. b² - 4ac b² - 8. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ഞാൻ ഇവിടെ മൈനസ് ആക്കി. ക്വസ്റ്റ്യൻ മൈനസ് ആണ്, ഇവിടെ മൈനസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ബിയും -2 ആണ്, b -2 ആണ്. ക്വസ്റ്റ്യൻ അങ്ങനെ മാറ്റി y ഡബിൾ ഡാഷ് മൈനസ് y ഡാഷ്. കാരണം ഇത് പ്ലസ് ആകുമ്പോൾ ഇത് വേറെ കേസാണ്, മൂന്നാമത്തെ കേസാണ് വരിക. ഡിസ്ക്രിമിനൻറ്റ് നെഗറ്റീവ് വരുന്നുണ്ട്, ഡിസ്ക്രിമിനൻറ്റ് നെഗറ്റീവ് വന്നാൽ മൂന്നാമത്തെ കേസാണ്. ഡിസ്ക്രിമിനൻറ്റ് പോസിറ്റീവ് വരുന്ന കേസാണ് നമ്മളിവിടെ ചെയ്യുന്നത്. കേസ് 1 ആണല്ലോ നമ്മൾ കൺസിഡർ ചെയ്തതും ഇവിടെ ആൻസർ ചെയ്ത്. ഇതൊക്കെ കൺസിഡർ ചെയ്ത് ഡിസ്ക്രിമിനൻറ്റ് പോസിറ്റീവ് ആകുമ്പോഴുള്ള ആൻസറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്.
ഏത് കേസ് 1 അതിലാണ് നമ്മൾ ആൻസർ C1 e raised to lambda 1x പ്ലസ് C2 e raised to lambda 2x കേസ് 1 കിട്ടുക. കേസ് 1 കിട്ടുന്ന ക്വസ്റ്റ്യൻ എങ്ങനെ ആക്കണം? ഈ ക്വസ്റ്റ്യനാണ് കൺസിഡർ ചെയ്യേണ്ടത്. മറ്റേ ക്വസ്റ്റ്യന് കേസ് 1 വരിക, കേസ് 3 അല്ല വരിക. ഓക്കെ, എന്തായാലും അപ്പോൾ ഇവിടെ -2 വരണം. കൂട്ടിയാൽ +1 ഗുണിച്ചാൽ -2 വരണം. അപ്പോൾ ഇത് 2 -1 കൊടുത്താൽ മതി. 2 + -1 വരിക 1 വരും. 2 × -1 -2 വരും. Therefore that is ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാം, ലാംഡ -2 × ലാംഡ + 1 ഈസ് ഈക്വൽ ടു 0. ഇത് ഗുണിച്ചാൽ ലാംഡ സ്ക്വയർ -2 ലാംഡ + ലാംഡ ലാംഡ -2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. Therefore ലാംഡ ഈസ് ഈക്വൽ ടു 2, ലാംഡ ഈസ് ഈക്വൽ ടു -1 എന്ന് വരും. ഓക്കെ, therefore y ഈക്വൽ ടു C1 e raised to lambda 1 ഇവിടെ 2 ആണ്, 2x പ്ലസ് C2 e raised to -1x. ഇതാണ് ആൻസർ വരിക. C1 e raised to lambda 1, ലാംഡ 1 എന്താ 2, ലാംഡ 1 2 വരും, ലാംഡ 2 -1 വരും. അപ്പോൾ ഈ C1 e raised to lambda 1x 2x പ്ലസ് C2 e raised to lambda 2x ലാംഡ 2 -1x. സോ ദിസ് ഈസ് ദ ആൻസർ. നമുക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം, കറക്റ്റ് ആണോ നോക്കാം. y ഡാഷ് എന്താ വരിക? y ഡാഷ് 2C1 e raised to 2x മൈനസ് C2 e raised to -x എന്ന് വരും. ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ C2 × e raised to -x × -1 എന്ന് വരും. അപ്പോൾ അങ്ങനെ വരും. y ഡബിൾ ഡാഷ് ചെയ്താൽ 2C1 × വീണ്ടും 2 വരും. അപ്പോൾ 4C1 e raised to 2x വരും. മൈനസും കൂടി പ്ലസ് ആവും, പ്ലസ് C2 e raised to -x വരും. ഇതാണ് y ഡബിൾ ഡാഷ്. y ഡബിൾ ഡാഷ് നിന്ന് y ഡാഷ് കുറച്ചാൽ, y ഡബിൾ ഡാഷ് നിന്ന് y ഡാഷ് പോയാൽ y ഡാഷ് എന്താ 2C1 e raised to 2x മൈനസ് C2 e raised to -x. അപ്പോൾ y ഡബിൾ ഡാഷ് മൈനസ് y ഡാഷ് ചെയ്താൽ, y ഡബിൾ ഡാഷ് മൈനസ് y ഡാഷ് ചെയ്താൽ കിട്ടുക ഇത് 2C2 e raised to -x വരും. ഇതും 4 ന്ന് 2 പോയാൽ 2C1 e raised to 2x വരും. y ഡബിൾ ഡാഷ് മൈനസ് y ഡാഷ് 2 പുറത്തെടുത്താൽ y ഡബിൾ ഡാഷ് മൈനസ് y ഡാഷ് ഇപ്പോൾ കിട്ടിയത് ഈക്വൽ ടു 2C1 e raised to 2x പ്ലസ് 2C2 e raised to -x which is equal to 2 × C1 e raised to 2x പ്ലസ് C2 e raised to -x which is equal to 2 ഇതെന്താ സാധനം? y അല്ലേ ഇത് y ആണ്, 2y. സോ y ഡബിൾ ഡാഷ് മൈനസ് y ഡാഷ് ഈക്വൽ ടു 2y എന്ന് പറഞ്ഞാൽ -2y ഈക്വൽ ടു 0 എന്നല്ലേ ക്വസ്റ്റ്യൻ. അപ്പോൾ ശരിയാവുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിയ ആൻസറിനെ ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 0 കിട്ടുന്നുണ്ട്. അതിനർത്ഥം നമ്മൾ കിട്ടിയ ആൻസർ ശരിയാണ്. ഓക്കെ, ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ ഇവിടെ പ്ലസ് ആക്കിയിട്ട് വേറൊരു എക്സാമ്പിൾ എടുത്ത്. ഓക്കെ, ക്ലിയർലി എന്താ നമ്മളെ ഇത് വരിക? എ എന്താ +1, ബിയോ -2. സോ ലാംഡ സ്ക്വയർ പ്ലസ് എ ലാംഡ പ്ലസ് ബി ഈക്വൽ ടു 0 ഇംപ്ലൈസ് എന്താ വരിക? ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ 1 ലാംഡ ലാംഡ -2 ഈക്വൽ ടു 0. അപ്പോൾ കൂട്ടിയാൽ സമ്മ് -1, ഇവിടെ -(-) ലാംഡ എന്ന് വിചാരിക്കണം. പ്ലസ് ലാംഡ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്ലസ് ലാംഡ എന്ന് പറഞ്ഞാൽ അതെന്താ? -(-) ലാംഡയാണ്. അപ്പം മൈനസ് ലാംഡ, അപ്പം ഇങ്ങനെ വിചാരിക്കണം -(-) ലാംഡ. അപ്പോൾ സമ്മ് -1 ആണ്, പ്രൊഡക്റ്റ് -2 ആണ്. അപ്പോൾ സംഖ്യകൾ ആരൊക്കെ? -2ഉം 1ഉം. -2ലേക്ക് 1 ആഡ് ചെയ്താൽ -1, -2 × 1 ചെയ്താൽ -2. സോ ഇതിനെ എനിക്ക് ഇങ്ങനെ പറയാം, ദിസ് ഈസ് വിച്ച് ഇംപ്ലൈസ് ഇതിനെ എങ്ങനെ എഴുതുക? ലാംഡ -2 ലാംഡ +2 × ലാംഡ -1 ഈക്വൽ ടു 0 ഇംപ്ലൈസ് ലാംഡ ഈക്വൽ ടു -2 ആൻഡ് ലാംഡ ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഓക്കെ, ലാംഡ ഈക്വൽ ടു -2 ആൻഡ് ലാംഡ ഈക്വൽ ടു 1. Therefore y ഈക്വൽ ടു C1 e raised to -2x പ്ലസ് C2 e raised to 1x ആണ് ആൻസർ. C1 e raised to -2x പ്ലസ് C2 e raised to x ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഇനി എക്സസൈസിലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. അപ്പോൾ കേസ് 1 നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഓക്കെ.